ഹലോ അല്ല ഇല്ല, ഞാൻ ഷോ ഇറക്കുന്നില്ല. ഓക്കെ നമുക്ക് സമാധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. നീ ഒന്ന് ക്യാമറ ഓണാക്ക്. അല്ലല്ല, നീ ഒന്ന് ക്യാമറ ഓണാക്ക്. നമുക്ക് അല്ലല്ല ഒരു 2 മിനിറ്റ് ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത്. ഒരു 2 മിനിറ്റ് ക്യാമറ അല്ലല്ല. അന്ന് 2 സംഭവങ്ങളാണ് നടന്നത്. ആ സ്ഥലം ഇല്ലാതായി. അവനും മാത്രം ടൈസൺ 1v4 എടുക്കൂ. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓ മാൻ ഓപ്പി, അത് ഒരു നോക്ക് മാൻ, ഒരു ഓപ്പി ഷോട്ട് മാൻ. 2 നോക്ക് ബ്രോ, ഒരു രക്ഷോ. എന്റെ മോനെ ഒരു ഓപ്പി എന്ന് പറയാം. ടൈസൺ 1 HP ബ്രോ. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ടൈസന് പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലായ്മ എന്ന് പറയുന്നത് സോൺ ഔട്ടാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഈഗിളും അതുപോലെ തന്നെ റൂക്കറും. ഓക്കെ നൈസ് വില്ലൻ അടിച്ച് പിരിച്ച് ചെയ്യുമ്പോൾ ടൈസൺ നൈസായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് ഗൈസ്. ഈഗിളിനെ അടിച്ച് ടൈസൺ നോക്ക് ചെയ്ത്. ഓ എന്റെ മോനെ ലാസ്റ്റ് മാൻ ബ്രോ, ലാസ്റ്റ് മാൻ. ഈ ലിയോ മാത്രം സ്റ്റിൽ അല്ലേ. നിന്റെ താര പറഞ്ഞത് ടിഒബിയിലെ മെമ്പേഴ്സ് എല്ലാം ഹാക്കേഴ്സ് ആണെന്ന്. നിനക്കൊക്കെ എത്ര ആഘോഷം എന്തോന്നാണ് ചെറുക്ക. എൻ്റെ ഫോണെ തൂക്കുന്നതാണ് കളിയാ മര്യാദക്ക് ഇങ്ങനെ. എൻ്റെ ഫോണെ ടോട്ടലി എൻ്റെ കുടുംബത്തുള്ള മൊത്തത്തെ ഫോണെ ഞാൻ തൂക്കും. അതിനുള്ള വകുപ്പ് എനിക്കറിയാം. അതുകൊണ്ട് ഇത്ര കോൺഫിഡൻറ്റോടെ എന്നോട് പറഞ്ഞത് കേട്ടോ. വേണ്ടപ്പോൾ നിൽക്കല്ലേ, എന്നോട് താല്പര്യമില്ല സംസാരിക്കാം. ഓക്കെ നീ സംസാരിക്കാൻ ടോക്ക് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ വേണേൽ ഡയറക്റ്റ് ഒന്ന് ടോക്ക് ചെയ്യാം. ഓക്കെ നാളെ തന്നെ മോൻ്റെ ഡീറ്റെയിൽ ഞാൻ എടുത്തരാം. ഓക്കെ இதோட நிறுத்திக்கலாம்ல. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். ഹലോ വലിയ ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല, എനിക്കറിയാം. എന്നെ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അതറിയാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ തന്തയില്ലായ്മ കാണിക്കുന്നത് പോരാഞ്ഞ് അൾട്ടിമേറ്റ് തന്തയില്ലായ്മ പറയുന്നതും നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് വാദിക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ചില തന്തയില്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്ലെയർ മാത്രമല്ല ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്ന, നമുക്കിടയിൽ പല പ്ലെയേഴ്സും ഇതുപോലെ ഹാക്കുകൾ യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ക്ലാനുകളെയും അവിടുത്തെ മെമ്പേഴ്സിനെയും എല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ഒരു PUBG മൊബൈലിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. എന്നിട്ട് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള പ്ലേയേഴ്സിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ഡിസിഷൻസ് ഏറ്റവും നല്ലതാക്കി തന്നെ എടുക്കുക. അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ സ്ട്രൈറ്റ് ടു ദ വീഡിയോ.
ടീം ഓഫ് ബ്രദർഹുഡ് അല്ലെങ്കിൽ TOB എന്ന് പറയുന്ന ഒരു മലയാളി ക്ലാനിൻ്റെ കീഴിൽ കളിക്കുന്ന TOB ടൈസൺ എന്ന പ്ലെയർ തന്നെയാണ് ഞാൻ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്ലെയറിനെ പറ്റി പല ക്ലാനുകളും എന്താ പറയുക ഇവൻ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടും ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. കാരണം അവനെതിരെയുള്ള പ്രൂഫുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ ഇവർ ഹാക്കൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവ് അവരുടെ അഡ്മിൻ പാനലിനും ടീം ലീഡർക്കും അതേപോലെ തന്നെ അവിടുത്തെ മെമ്പേഴ്സിനും ഉണ്ടായതുകൊണ്ട് തന്നെ TOB ടൈസൺ ഇത്രയും നാൾ ആരും അറിയാതെ നമുക്കിടയിൽ നിന്ന് കളിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇനി അത് നടക്കത്തില്ല, കുനിഞ്ഞു നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആ ഒരു പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലേസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്പെല്ലിങ് തോന്നുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് ഓരോ വീഡിയോ ഷൂട്ടിലും ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. സോ ഗൈസ്, ഇതാണ് ഫസ്റ്റ് ക്ലിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സാനോക്കിൽ ആ ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് അവൻ അപ്പുറത്ത് അങ്ങ് ദൂരെ ഒരു പാറയുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു സ്പോട്ടിൽ എനിമിയൊക്കെ സ്പോട്ട് ചെയ്യാണ്. ഈ ഒരു സ്പോട്ടിൽ തന്നെ എനിമിയെ അടിച്ച് നോക്കാക്കി വിടുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കത് കാണാൻ പറ്റും, ക്ലീനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും അവനായിട്ട് നോക്ക്. ഇതിന് ഏകദേശം 2 തരം ആൾക്കാർ ചിലപ്പം ഉണ്ടായേക്കാം. എന്ന് വെച്ചാൽ 2 തരം അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയറിൻ്റെ കഴിവ് കൊണ്ടാണ് ഇത് അടിച്ചിട്ടത് അല്ലെങ്കിൽ ഇത് ഹാക്ക് യൂസ് ചെയ്താണ് അടിച്ചിട്ടെന്ന് 2 തരം ഒപ്പീനിയൻസ് ഈ ഒരു വീഡിയോയ്ക്ക് വന്നേക്കാം, ഈ ഒരു ക്ലിപ്പിൽ വന്നേക്കാം. പക്ഷേ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഒന്നാമത്തെ കാര്യം, ആ ഒരു എനിമിയുടെ ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ്. സോ ബ്ലൂ കളർ യൂസ് ചെയ്യുന്ന ഏത് അക്കൗണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സിമ്പിളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് കൊറിയൻ അക്കൗണ്ടിലാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. 1. അപ്പോൾ ഇവൻ്റെ ഗ്ലോബൽ ID എവിടെ പോയി എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് അതിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. വിത്ത് സ്ക്രീൻഷോട്ട് അവൻ്റെ ഗ്ലോബൽ ID 10 വർഷത്തെ ബാൻ കിട്ടിയാണ് കൂട്ടി കയറിയത്. ഇവൻ്റെ ഈ ഒരു ഗ്ലോബൽ ID മാത്രമല്ല മറ്റൊരു ഗ്ലോബൽ IDയും ഇതേപോലെ തന്നെ 10 വർഷത്തെ ബാൻ കിട്ടിയാണ് കയറിയത്. എങ്ങനെയാണ് ബ്രോ ഈ 2 അക്കൗണ്ടൊക്കെ ബാൻ ആവുന്നത് ബ്രോ, അതങ്ങനെ ഒരേ സമയം ഇങ്ങനെ ബ്രോ ബാൻ ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ കൊടുത്ത റിപ്ലൈ ആണ് നിങ്ങൾ എനിക്ക് കേൾക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അവരുടെ ക്ലാനിലെ ഒരു മെമ്പർ പറഞ്ഞതാണ്. ഇതൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും VPN ഇട്ട് ബാൻ കിട്ടിയത്, അങ്ങനെ ഇത് കിട്ടി ബാൻ കിട്ടിയത്, 95 ഇട്ട് ബാൻ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ ഈ മൈരന്മാർ. വാ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും കൂടെ പഠിക്കണമെന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. പക്ഷെ അത് നിനക്ക് അറിയത്തില്ല എന്ന് താണ്ട ഈ ഒരു ഡയലോഗിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും സംശയം അങ്ങോട്ട് മാറുന്നില്ലല്ലോ. ഇവ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ? നേരെ ചെന്ന് PUBG മൊബൈലിൻ്റെ ഡിസ്കോഡിലോട്ട് ഈ ഒരു ക്ലിപ്പ് അവന്മാർക്ക് ഇട്ടുകൊടുത്തിട്ട് PUBG മൊബൈലിലെ അഡ്മിൻസിനോടൊന്ന് ചോദിച്ചു ഈ ഒരു ഇതെന്താണ് ഇല്ലെങ്കിൽ ഇത് ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ. സോ അവരുടെ റിപ്ലൈയും കൂടെ ഒന്ന് കാണണ്ടേ. സോ നമ്മൾ പറഞ്ഞ അതേ കാര്യം അവർ താളത്തിലും ഇണത്തിലും അത് തന്നെയാണ് പറയുന്നത്, ഹീ ഈസ് യൂസിങ് ഹാക്കിങ്. സോ അവൻ എയിംബോട്ടാണ് യൂസ് ചെയ്യുന്നതാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, PUBGയിലെ ഡിസ്കോഡുകാർ പറഞ്ഞതാ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പ് കാണാം. അപ്പോൾ ഇത് അവരുടെ ഒരു സാനോക്കിലൊരു മാപ്പാണ്. ഇവർ ഹൈ റെഡ്ജാണ് പിടിച്ചേക്കുന്നത്. സോ താഴെ ഒരു ടീമുണ്ട്. സോ അവർ സ്കോപ്പ് ചെയ്യുന്നു. അവർ സ്കോപ്പ് ചെയ്തതിന് ശേഷം ഒരു പ്ലെയർ ഓടി വരുന്നു, അവനെ അടിക്കുന്നു. കൃത്യം ഷോട്ട്. ഓക്കെ, ഒന്നുപോലും മിസ്സാവുന്നില്ല, എല്ലാം അവനെ തന്നെ കൊള്ളുന്നു. ഇറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങൾ അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കാണണം. നിങ്ങൾ താണ്ട ഇവൻ എവിടെയാണ് ഉന്നം വെക്കുന്നതെന്നും ആ ഒരു ഗൺ എങ്ങോട്ടാണ് പോകുന്നത്, ഗണ്ണ് റിലീസ് ആണ് പോകുന്നു. ഇത് എന്തൊരു മാജിക്കടാ ഇത്. നിങ്ങൾക്ക് ആ വീഡിയോ ഇത്തിരിയും കൂടെ സൂം ചെയ്ത് ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഗണ്ണീന്ന് ആ ബുള്ളറ്റൊന്ന് റിലീസ് ആകുമ്പോഴേ താനേ പോവും, അവനൊന്നും ചെയ്യേണ്ടത് അറിയില്ല, അത് താനേ പൊക്കുള്ളൂ. താണ്ട മോനെ ഇവിടെയാണ് എനിമി മോനെ, PUBGക്കാർ ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലേടാ മോനെ, നീ മനസ്സിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുമെന്നും പറഞ്ഞ് ഗണ്ണ് താനേ അവനെ കൊണ്ടുപോയി അങ്ങ് കൊല്ലിക്കും. എന്തൊരു കഴിവായതൊക്കെ, സൂപ്പറല്ലയോ. സ്പെക്ടേറ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ സ്പെക്ടേറ്റിൻ്റെ ഗ്ലിച്ചായിരിക്കും ഇല്ലയോ. നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഇനി നമുക്ക് TOB ടൈസൻ്റെ കുറച്ച് TDMലെ വികൃതികൾ നമുക്ക് കാണാം. സോ നിങ്ങളിത് ഈ ഒരു വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പാവം ചെറുക്കൻ ലെജിറ്റായിട്ടാണ് കളിക്കുന്നതല്ലയോ. നോക്കിയോണേ, പാവം പയ്യൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് എനിമീനെ ഒന്ന് അടിച്ച് കിട്ടാൻ വേണ്ടി. കാരണം നോക്കിയോണേ, അപ്പോൾ ഒരു അവൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ എൻ്റെ പൊന്നി കൊടുക്കത്ത് ഗോളിലേക്ക് മൂവ്മെൻറ്റ്, പക്ഷേ കൊള്ളുന്നതൊക്കെ പടക്ക് ഹെഡ് ഷോട്ടും. ഇച്ചാതി കളി. എനിക്ക് ഈ കളി കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. അടുത്ത കില്ല് നോക്കിക്കോണേ, നമ്മുടെ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് റിലീസ് ആകുമ്പോൾ നോക്കിക്കോണേ, എൻ്റെ മോനെ കറക്റ്റ് ആ ഒരു ഷെയ്ഡിൽ വന്ന ബുള്ളറ്റ് മൊത്തം കൊള്ളുവാണ്. അതിനുശേഷം അവൻ പീക്ക് ചെയ്യുന്നത് നേരെ ഹെഡ് ഷോട്ട്. ഓക്കെ, അടുത്ത കില്ല് അവൻ്റെ ഗണ്ണ് എവിടെയാണ് പോകുന്നത് തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു കഴിവ് വിഷയം. എൻ്റെ പൊന്നേ, അവൻ്റെ ഗണ്ണങ്ങ് ആകാശത്ത് പോയിട്ട് അത് എനിമീനെ കണ്ടപ്പോൾ അത് നേരെ താഴോട്ട് വന്നു. പക്ഷേ ഈ ഒരു സ്കില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ബ്ലാങ്കിൽ നടക്കുന്ന ഒരു സ്കില്ലാണ് ഇതൊക്കെ. ഇത്രയും നേരം കണ്ട ആ ഒരു 3 ക്ലിപ്പുകൾ നിങ്ങൾ സ്ലോ മോഷനായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്ലോ മോഷൻ ഇട്ട് തരിക. സോ അടുത്ത ഒരു ക്ലിപ്പ് അതേ TDMൽ നടന്ന അടുത്തൊരു ക്ലിപ്പിൽ നിങ്ങൾക്ക്
കൃത്യമായിട്ട് ഞാനത് സ്പോട്ട് ചെയ്ത് കാണിച്ചു തരാം. എനിമീനെ എങ്ങും ഈ ഒരു സ്പോട്ടിൽ അവൻ്റെ ഒരു സ്ക്രീൻ POVയിൽ എനിമീനെ അവൻ കാണുന്നില്ല. സോ അവനൊന്ന് റാൻഡം ഫയർ ചെയ്യുകയാണ്. സോ എവിടുന്നോ ഫയർ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ പുറകിൽ നിന്നാണ്. സോ അവൻ സ്കോപ്പ് ഓൺ ആക്കുന്നു. സ്കോപ്പ് ഓണാക്കി കൊള്ളുന്നത് ആ കണ്ടെയ്നറിൻ്റെ സെൻറ്ററിൽ. ആ ഗൺ അവനെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവൻ പിടിച്ച് വലിച്ചു നിർത്തുകയാണ്. വീണ്ടും അവൻ അടിക്കുന്നു, വീണ്ടും ആ കണ്ടെയ്നറിൻ്റെ സെൻറ്ററിൽ. സോ എനിമി നിൽക്കുന്നത് ഈ കണ്ടെയ്നറിൻ്റെ പുറകിലത്തെ അതിൻ്റെയും പുറകിൽ ആ സ്പോട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ അടി കൊള്ളുന്നത് ഈ കണ്ടെയ്നറിൻ്റെ പ്യുവർ സെൻറ്ററിലാണ്. സോ അടുത്ത നിങ്ങൾ നോക്കണം, അവൻ എനിമിയുടെ മൂവ്മെൻറ്റ്, എനിമിയുടെ ഷോട്ട് അപ്പർ സൈഡിൽ നിന്ന് വന്നു, അവൻ ഇങ്ങോട്ട് വരുന്നു, എനിമി അവൻ അടിക്കുന്നു, കറക്റ്റ് അവൻ പീക്ക് ചെയ്യുന്നു, നേരെ ആ ഗണ്ണ് നേരെ ചെന്ന എനിമിയുടെ ബുള്ളറ്റ് അവൻ്റെ നെഞ്ചത്ത് തന്നെ കയറും. ഓട്ടോമാറ്റിക്കലി അവൻ മൂവ്മെൻറ്റ് ചെയ്യുന്നതിൽ കൂടെ തന്നെ അവൻ്റെ ഹെഡ് ഷോട്ട് കയറുന്നു, അവൻ ചാവുന്നു. സോ ഈസി ക്ലീനായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതിലും വലിയൊരു തെളിവ്, അല്ലെങ്കിൽ എന്താ പറയുക, അവൻ്റെ കണ്ടെയ്നറിൻ്റെ ആ അടിച്ച ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ പ്യുവർ എയിംബോട്ടാണെന്ന്. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളൊന്നും മാറിയില്ല അല്ലയോ? TDM അല്ലേ, സ്പെക്ടേറ്റിംഗ് ഗ്ലിച്ച് ആയിരിക്കും അല്ലയോ? ഇനി നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതാണ്ട് ഈ ഒരു ക്ലിപ്പും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു. നിങ്ങൾ ആ ഗണ്ണിൻ്റെ ട്രാക്കിങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് അവനൊരു മരത്തിന് പറന്നേക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു തെരണ്ടി ഇതുകൊണ്ട് പറന്നു വരുന്നു. ആ ഗണ്ണ് പോകുന്ന പൊസിഷൻ നോക്കണം. അതാണ് ആ ഗണ്ണ് അതിൻ്റെ പുറകെ പോകുന്നു. ആ വീടിൻ്റെ പുറകിൽ നിർത്തി അവൻ ഗണ്ണ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വീടിൻ്റെ മുകളിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്തൗട്ട് സീയിങ് എനിമി. POVയുടെ എനിമിയിൽ ആ ഒരു POVയിൽ എനിമി കാണുന്നില്ല. പക്ഷെ അവനവിടെ കൃത്യമായിട്ട് ഷൂട്ടാണ്. ഇവിടെ ആ ഒരു ഡിപ്പിലാണ് ആ ഒരു എനിമി നിൽക്കുന്നത്. പക്ഷെ അവൻ കൊടുക്കുന്ന ഷോട്ട് എല്ലാം എവിടെയാണ് കൊള്ളുന്നുണ്ട്? ആ എനിമി നിൽക്കുന്ന ഡിപ്പിൻ്റെ കറക്റ്റ് എനിമിയുടെ പൊസിഷനിൽ തന്നെയാണ് ആ ഒരു ഷോട്ട് എല്ലാം കൊള്ളുന്നത്. അടിക്കുന്ന അടിയെല്ലാം ഡിപ്പിലാണ് കൊള്ളുന്നത്. എനിമിയെ POV പോലും കാണുന്നില്ല, പക്ഷെ അവ അടിച്ചിടുന്നുണ്ട്. അതൊക്കെ ഓക്കെ, ശ്രദ്ധിക്കോ. നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പുകളെല്ലാം നിങ്ങൾക്ക് സ്ലോ മോഷൻ, ഞാൻ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് സ്ലോ മോഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിപ്പ് അടുത്ത ഒരു എനിമീനെ അവൻ്റെ ഫ്രണ്ടിൽ സ്പോട്ട് ചെയ്യുന്നു. എനിമിയാണ് ആ പാറയുടെ പുറകിലാണ് എനിമി നിൽക്കുന്നത്. അവൻ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോ. അവൻ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അവൻ ആ പാറയുടെ ഇടയ്ക്ക് അവൻ എനിമിനെ കാണുന്നു. അതുകൊണ്ട് അവൻ ആ പാറയുടെ എനിമിയുടെ ഇടയ്ക്ക് കാണുന്നു. അതുകൊണ്ട് അവൻ എവിടെ ഷൂട്ട് ചെയ്യുന്നു? ആ പാറയുടെ സെൻറ്ററിൽ കവർ എടുത്തിരിക്കുന്ന ആ ഒരു എനിമീനെ ഷൂട്ട് ചെയ്യുന്ന പൊസിഷൻ നോക്കണം നിങ്ങൾ. കറക്റ്റ് ആ പാറയിൽ എവിടെയാണോ എനിമി നിൽക്കുന്നത് ആ പൊസിഷനിൽ സെൻറ്ററിൽ നോക്കണം. അപ്പോൾ അവൻ്റെ ഗണ്ണ് പോകുന്ന നോക്കണം. വേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൂ. ഇതിലും വലിയ പ്രൂഫ് വേറെ ഒന്നും തരാനില്ല. ഇവൻ ക്ലിയർ എയിംബോട്ടാണെന്നുള്ളതും ഇവൻ ഹാക്ക് യൂസ് ചെയ്താണ് കളിക്കുന്നതിനും ഇതിലും പ്യുവറായിട്ടുള്ള ഒരു ക്ലിപ്പ് കാണിച്ചു തരാനില്ല. നോക്കണം, നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അവൻ എനിമീനെ ഷൂട്ട് ചെയ്യുന്നു, അവൻ ഡെഡായി കഴിഞ്ഞു, ആ ഒരു കളി കഴിഞ്ഞു. അടുത്ത ഈ ഒരു ക്ലിപ്പും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എനിമീനെ അവൻ സ്പോട്ട് ചെയ്തിട്ടില്ല. എനിമി പക്ഷേ ഫുട് സ്റ്റെപ്പ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് എനിമി നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ അവിടെയാണ് ഫസ്റ്റ് ഷൂട്ട് പോയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ എനിമി ജസ്റ്റ് ക്രൗഡ് ചെയ്തിരിക്കുകയാണ്. ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ കിട്ടിയ അടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് സ്ലോലി ഒന്ന് നിങ്ങൾ നോക്കിക്കുക. ഓക്കെ, എനിമി അവൻ സ്പോട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫുട്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റും. കാര്യം എനിമി എവിടെ നിന്നാണ് വരുന്നതെന്ന് ആ ഒരു പൊസിഷൻ്റെ ഫുട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഓക്കെയാണ്, ക്ലീനാണ്. ഓക്കെ, എനിമി അവൻ സ്പോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അവൻ്റെ ഫസ്റ്റ് ഗൺ ഷോട്ട്, ആ ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് റിലീസ് ആയി എവിടെയാണ് കൊള്ളുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്ലിപ്പിൽ എനിമി തല പീക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഗണ്ണ് എന്ത് ചെയ്തു? പീക്കായി. ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഗണ്ണ് മൂവായി എനിമിയുടെ ദേഹത്ത് കൊണ്ടു. കണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണ്ടോ? ആ ഒരു എനിമി പീക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഗണ്ണ് മാറിയത് കണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു വ്യക്തി ഹാക്ക് യൂസ് ചെയ്താണ്, എയിംബോട്ട് യൂസ് ചെയ്താണ് കളിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുമല്ലോ. പല ക്ലാനുകളും ഇവനെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇവനെ ബാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെതിരെയുള്ള പ്രൂഫുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ അഥവാ ഇനി പ്രൂഫുകൾ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രൂഫുകളൊന്നും വാലിഡ് അല്ല എന്ന് വരുത്തി തീർക്കാൻ പറ്റിയ ഒരു അഡ്മിൻ പാനൽ ഇവർക്കും ഇവരുടെ ക്ലാനിനും ഉണ്ടായതുകൊണ്ട് തന്നെ പലരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറ്റിക്കാനും എളുപ്പം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് തന്നെ ഇതാണ് ഇത്രയും നാൾ നടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 5 ദിവസം മുന്നേ ഇവരെ DRS ധിക്കാരീസ് എന്ന് പറയുന്ന ഒരു റൂം മാച്ചിൽ നിന്നും TOB ടൈസനെ ബാൻ ചെയ്തിരുന്നു. ബാൻ ചെയ്തതിന് തൊട്ടുപുറകെ വെറും ഒരു 4-5 മണിക്കൂറിന് ശേഷം ഇവർ ബാനും അങ്ങ് ലിഫ്റ്റ് ചെയ്തു, ബാൻ എടുത്തു കളഞ്ഞു. എന്താണ് കാരണം? ഇവർ കറക്റ്റായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് കൊടുത്തെന്ന്. എന്തൊരു തമാശയാണ്. വിത്തിൻ 4-5 മണിക്കൂറിനുള്ള ഇവൻ്റെ പേഴ്സ്പെക്റ്റീവ് കൊടുത്ത് ഇവനെ അതങ്ങ് മാറ്റിച്ച്. ഇവൻ കള്ളനാ. ഇവൻ്റെ ക്ലാനിലുള്ള പല അഡ്മിൻ പാനൽ മുഴുവൻ പെരുങ്കള്ളന്മാരാ എന്ന് തെളിവാണ് ഈ ഒരു കാര്യം. ബാക്കിയുള്ള ആ ധിക്കാരീസ് എന്ന് പറയുന്നത് അഡ്മിൻ പാനൽ മണ്ടന്മാരായതുകൊണ്ട് മാത്രം. സൂപ്പർ. ഒരു ടീമിനെതിരെ ഒരു അലിഗേഷൻ ബാക്കിയുള്ള ക്ലാനുകളിൽ നിന്ന് വരുമ്പോൾ നോർമലി ആ ഒരു ക്ലാനിനെയാണ് ബാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൈനപ്പിനെയാണ് ബാൻ ചെയ്യുന്നത്. ആ ഒരു പ്ലെയറിനെ മാത്രം എടുത്ത് ബാൻ ചെയ്തേക്കുന്നത്. സൂപ്പർ
സൂപ്പർ ബുദ്ധി. അപ്പോൾ ഈ കഴിഞ്ഞ 10-11 മിനിറ്റ് നിങ്ങൾ കണ്ടതെല്ലാം TOB ടൈസണെതിരെയുള്ള പച്ച പ്രൂഫുകളാണ്. ഇനി ഞാനൊരു പഴുത്ത പ്രൂഫും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും നാൾ ഈ ഒരു കഴിഞ്ഞ 6-7 മാസക്കാലം ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് മണ്ടന്മാരാക്കിയ കുറേ മണ്ടന്മാർ, അങ്ങനെ തന്നെ പറയണം, അതിനകത്ത് ഞാനും ഉണ്ടേ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മണ്ടന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. TOB ടൈസൻ്റെ വക അതങ്ങനെ പറയുകയാണ്. സത്യം പുറത്തേക്ക് വരികയാണ് മച്ചന്മാരെ, സത്യം പുറത്തേക്ക് വരികയാണ്. ഇതും കൂടെ ഒന്ന് കേട്ടോളൂ കേട്ടോ. അല്ല ബ്രോ, നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് എക്സ്പോർട്സിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ലൈനപ്പാണ്. ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് ലൈനപ്പ് ഉണ്ട്, സെക്കൻഡ് ലൈനപ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ലൈനപ്പിലാണെങ്കിൽ ബ്രോക്ക് അറിയായിരിക്കും, അപ്സൈഡ് അവനാണ് ഐജിൽ അതിത്തെ. ഓക്കെ, പിന്നെ നമുക്ക് വേറെ 3 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ബ്രോ ഇതേപോലെ പ്ലാൻ ലൈക്ക് ബ്രോയുടെ ലെജിറ്റ് ആണോ ഹാക്കാണോ ലൈക്ക് അറിഞ്ഞൂടാ. ബ്രോയുടെ ലൈക്ക് അടിക്കുന്ന അടികളാണെങ്കിലും ബ്രോയുടെ ഡിവൈസും തമ്മിൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല, മനസ്സിലായി ബ്രോക്ക്? കാരണം ഈ കാലത്ത് ലെജിറ്റും ഹാക്കും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബ്രോനെ കുറ്റമായിട്ട്, കാരണം ഞാൻ ഈ ആൻറ്റിബാനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സർവറും കാര്യങ്ങളും പ്രൊട്ടക്ഷനും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ലൈക്ക് അറിയാലോ, ബ്രോക്ക് കേട്ടിട്ടുണ്ടാവും ഈ ആൻറ്റിബാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ PUBGയിൽ ഹാക്ക് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കിട്ടിയാലും ബാൻ ആവാണ്ടിരിക്കുള്ള ഒരു സർവറായിട്ട് ഇതാണ് അറിയാലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ അത്യാവശ്യം ഈ ലോക്കൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കുറേ ഹാക്കുകളുടെ അത്യാവശ്യം ആൻറ്റിബാൻസുകൾ നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കറിയാം ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പവർ ലൈക്ക് എന്താണെന്നെല്ലാം നമുക്ക് A to Z അറിയാം. നമ്മൾ ഈ ആൻറ്റിബാൻ ഉണ്ടാക്കുമ്പോൾ ആപ്പിനെ കുറിച്ച് എല്ലാം പഠിക്കുന്നുണ്ട്, എല്ലാം ലൈക്ക് എന്താണ് അതിൻ്റെ യൂസ് എല്ലാം പഠിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ആൻറ്റിബാൻ ഉണ്ടാക്കുന്നത് അറിയാലോ. അപ്പോൾ മനസ്സിലാവുന്നില്ല ബ്രോ ലെജിറ്റ് ആണോ ഹാക്കറാണോ, സോ അത് കൺഫേം ആക്കുന്നതാണ്. അവൻ്റെ വായിൽ നിന്ന് തന്നെ അവൻ ആൻറ്റി ബാൻ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ടെലിഗ്രാം വഴി അവൻ്റെ പല ആൻറ്റി ബാനുകളും വിറ്റ് പോകുന്നുണ്ട് എന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്ന സ്ഥിതിക്ക് പിന്നെ എന്തു പറയാനാണ് കേട്ടോ. പുള്ളി ഹാക്ക് യൂസ് ചെയ്യുന്നില്ല എന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞു പറ്റിക്കാനുള്ള വിദ്യയും കഴിവും പുള്ളിക്കാരൻ ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ്റെ ക്ലാനിലെ പല മെമ്പേഴ്സിനും അഡ്മിൻ പാനലിനും മാത്രം അറിയാവുന്ന ഈ ഒരു സ്വകാര്യം നാട്ടുകാരും കൂടെ അറിയട്ടെ, അവരുടെ ക്ലാൻ മെമ്പറിലെ ലെജിറ്റായിട്ട് കളിക്കുന്ന മെമ്പേഴ്സും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യം ഇത് തന്നെയാണ്. ഇത്രയും നാൾ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് വരെ കൊലപാതകം ചെയ്തിട്ട് നാളെ രാവിലെ പിടിക്കപ്പെടുമെന്നാവുമ്പോൾ എന്നിട്ട് ഞാനതൊന്നും കണ്ടിട്ടില്ലേ രാമനാരായണ, ഞങ്ങൾ നന്നായി രാമനാരായണ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല ബ്രോ. ഇത്രയും നാൾ ഞങ്ങൾ കളിച്ചതാണ്. ഞാൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ക്ലാനിൻ്റെ ടീമിലെ മെമ്പറിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവനെ മൈൻഡ് മാറ്റിച്ച് വീഡിയോ ഇടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ നിങ്ങളുടെ അഡ്മിൻസിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കുനിഞ്ഞിരിക്കണം കേട്ടോ. എൻ്റെ പേര് സൈന്നാണ്, സത്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇതിൽ സംസാരിച്ചിട്ടുള്ളൂ. TOB ടൈസൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ ഇത്രയും നാൾ PUBG മൊബൈൽ മലയാളം കമ്മ്യൂണിറ്റി കടന്ന് ഇവനും ഇവൻ്റെ ക്ലാനും കാണിച്ച അർക്കത്തരത്തിന് മൊത്തവും ഈ ഒരു ഒറ്റ വീഡിയോ മതിയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇനിയും കൂടുതൽ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ആർക്ക് വേണമെങ്കിലും എന്ത് പ്രൂഫ് വേണമെങ്കിലും ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. ഇവൻ മാത്രമല്ല, ഇവൻ്റെ ക്ലാനിലെ പലവന്മാരും ഈ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, വിത്ത് എയിം ബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെയും മാത്രമല്ല ഇവൻ്റെ ക്ലാനിനെയും പല ഇവൻറ്റിൽ നിന്നും റിമൂവ് ചെയ്യണമെന്നാണ് എൻ്റെ താഴ്മയായ റിക്വസ്റ്റ്. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, ഈ ഹാക്കേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, നിങ്ങൾക്ക് കളിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ടീമിൻ്റെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ റൂം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. ഈ TOB എന്ന് പറയുന്ന ക്ലാനിലെ പല മെമ്പേഴ്സും ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേയും പലവന്മാരുടെ അക്കൗണ്ടും ഇതേപോലെ 10 വർഷത്തെ ബാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. PUBG മൊബൈൽ അതുപോലെ തന്നെ BGMI കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇത് വെറും ഉദാഹരണം മാത്രമാണ്. നമുക്കിടയിൽ ഇനിയും ഇതുപോലുള്ള കുറേ കള്ളന്മാർ ഉണ്ട്. അവന്മാരെ തിരിച്ചറിയണം. അവന്മാരെ മൊത്തത്തിൽ ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഒരു ക്ലാനിനെതിരെ ഒരു പ്ലെയറിനെതിരെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്ലാനിനെ ടോട്ടലി ആ ഒരു ഇവൻറ്റിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ബാക്കിയുള്ള പ്ലെയേഴ്സ് വരുന്നത് 10, 50, 100 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ഒരു റൂമിന് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വരുമ്പോൾ അവർക്കൊരു ഇതുണ്ട്, അവർ അന്തസ്സായിട്ടാണ് കളിക്കുന്നതെങ്കിൽ അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതുപോലുള്ള ക്ലാനുകളെ, TOB പോലുള്ള ഇതുപോലത്തുള്ള ക്ലാനുകളെ ടോട്ടലി റിമൂവ് ചെയ്തേക്കുക. അവർക്ക് സ്ലോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുപോലെ നടക്കുന്ന പല ഇവൻറ്റും നിൻ്റെ ചങ്കോ മത്തങ്ങയോ അവന്മാർ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവൻറ്റ് നടത്തി കുറേ പ്ലേയേഴ്സിനെ വിളിച്ച് കയറ്റിയിട്ട് അവന്മാരെ എല്ലാത്തിനും ഇതേപോലെ ഹാക്ക് യൂസ് ചെയ്ത് അടിച്ചു വന്നിട്ട് ഞങ്ങൾ കപ്പടിച്ച് എന്ന് സ്വയം പ്രഖ്യാപിത ടീമായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. TOBക്കാരോടും TOB മെമ്പേഴ്സിനോടും എനിക്ക് ക്ഷമയാണുള്ളത്. കുറേയധികം ആൾക്കാരോട് എനിക്ക് റെസ്പെക്റ്റും സ്നേഹവും ഇപ്പോഴും ഉണ്ട്. പക്ഷേ കള്ളത്തരം കാണിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിപ്പല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാൻ മെമ്പേഴ്സും അതേപോലെ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ. ഇനി എനിക്ക് ഒരു 2 മിനിറ്റ് എനിക്ക് സ്പേസ് തരണം കേട്ടോ. എനിക്ക് കുറച്ച് കാര്യം കൊണ്ട് പറയാനുണ്ട് അവന്മാരോട്.
നിനക്കൊക്കെ സംസാരിച്ചവന്മാർക്കെതിരെ നീയൊക്കെ ഭീഷണിപ്പെടുത്തി അവനെ കൊല്ലും വെട്ടും കുത്തും വീട്ടിൽ ചെന്ന് കാണും അവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ നിനക്കും നിങ്ങളുടെ അഡ്മിൻ പാനലിനോട് എനിക്ക് പറയാനുള്ളത്, നിനക്കൊക്കെ ഈ പറയുന്ന ഭൂമിയിലാണ് നീയൊക്കെ ജീവിക്കുന്നതെങ്കിൽ മാന്യവും മര്യാദയ്ക്ക് കളിച്ചിട്ട് നിനക്കൊക്കെ വീട്ടിൽ പോയിരുന്നാൽ പോരെ. കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഉളുപ്പില്ലാത്തൊരുത്തനാണ് ഞാൻ. കഴിവില്ലാത്ത നിന്നെ പോലുള്ള വാണങ്ങൾ ഇതേപോലുള്ള ആക്കം യൂസ് ചെയ്തിട്ട് അടിക്കാനല്ലാതെ നീയൊക്കെ നേരെ നിന്ന് ഇതുവരെ ഏതെങ്കിലും ഒരു കളി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, ഇതേപോലുള്ള കുറേ വാണങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവന്മാരെ എല്ലാത്തിനെയും മനസ്സിലാക്കി ഇവന്മാരെ മൊത്തത്തിൽ ഇവൻ്റെ ക്ലാൻ മൊത്തത്തിൽ ബാൻ ചെയ്ത് കളയണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പല ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയറിനെ മൊത്തത്തിൽ ബാൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ലൈനപ്പിനെ ബാൻ ചെയ്യാം എന്ന് പറഞ്ഞാലും നിങ്ങൾ മണ്ടന്മാരാണോ? അവന്മാർ അടുത്ത അക്കൗണ്ട് എടുത്ത് അവന്മാർ തിരിച്ചു വരത്തില്ലേ? ഇതിപ്പോൾ ഞാൻ ടൈസൺ എന്നുള്ള പേര് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത്, ഈ ടൈസൺ എന്നുള്ള പേര് മാറ്റി സുനീനോ അല്ലെങ്കിൽ രതീഷ് എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് പുതിയ പ്ലെയർ ആവുമോ? ഇല്ല, കളിക്കുന്നത് അവൻ തന്നെയാണ്, അവൻ അതേ ഹാക്കിട്ട് തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള ക്ലാനിനെ മൊത്തത്തിൽ കളയുക എന്നുള്ളതാണ്. കാരണം ഇത് എന്ന് പറയുന്ന ഒരു ഉദാഹരണം മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ മറ്റൊരു ക്ലാനും ഇത് ചെയ്യരുത് എന്നുള്ളതിനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. TOB എന്ന് പറയുന്ന ടീം ഓഫ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ക്ലാനിനെ മൊത്തത്തിൽ അടിച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയണം എന്നാണ് എനിക്ക് എല്ലാ റൂം കണക്ട് ചെയ്യുന്ന അഡ്മിൻ പാനൽസിനോടും പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാത്തവന്മാരോട് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എപ്പോഴേലും കാണാം കേട്ടോ. ശരി എന്നാൽ ബൈ ബൈ.